വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. വരാനിരിക്കുന്ന സെക്കൻഡ് ഗ്രേഡ് ട്രേസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷനാണ്. അതിൽ നിന്ന് ഓട്ടോ ക്യാഡ് സബ്ജക്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓട്ടോ ക്യാഡിൽ എന്തൊക്കെ പോർഷൻസാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഓട്ടോ ക്യാഡ്. ഓട്ടോ ക്യാഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനാണ്. ഓട്ടോ ക്യാഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഇതിൽ ക്യാഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്യാഡിൻ്റെ ഫുൾ ഫോം CADD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഓട്ടോഡെസ്ക് ആണ്. ഫൗണ്ടർ ജോൺ വാക്കർ ആണ്. 1982 ഇത് ഫൗണ്ട് ചെയ്തത്. നമ്മൾ ഇന്ത്യയിൽ വരുന്നത് 1988 ഇത് കാണിച്ചിരിക്കുന്നതെല്ലാം ഓട്ടോ ക്യാഡിൻ്റെ പാക്കേജസ് ആണ്. അധികം അങ്ങനെ പാക്കേജസിൽ നിന്നൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓട്ടോ ക്യാഡ്, ഇലക്ട്രിക്കൽ ക്യാഡ്, 3D മാക്സ്, സ്റ്റാഡ്, റിവറ്റ്, ആർക്കിടെക്ചറൽ, ഡെസ്ക്ടോപ്പ്. ഇനി അടുത്ത് പറയുന്ന മെയിനായിട്ടുള്ളൊരു പോയിൻറ്റും പ്രീവിയസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്, എന്താണ് GUI? എന്താണ് GUI? GUIയുടെ ഫുൾ ഫോം ഒരുപാട് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUI മീൻസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. വേറൊന്നുമല്ല, നമ്മുടെ ഓട്ടോ ക്യാഡിൻ്റെ വെൽക്കം ഫേസിനെയാണ് നമ്മൾ GUI എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയുണ്ട്. ക്വിക്ക് ആക്സസ് ബാർ ഉണ്ട്, ഇൻഫർമേഷൻ ബാർ ഉണ്ട്, ആപ്ലിക്കേഷൻ ബട്ടൺ, UCS, ഫയൽ ടാബ്, സെലക്ഷൻ കഴ്സർ, റിബൺ ഏരിയ തുടങ്ങി ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ട് ഈ പറയുന്ന ഈ ഒരു വെൽക്കം ഫേസിലും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓട്ടോ ക്യാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ആ ഒരു സ്ക്രീനില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ടൈറ്റിൽ ബാർ ഉണ്ട്, മെനു ബാർ, ടൂൾ ബാറിൽ തന്നെ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഉണ്ട്, പ്രോപ്പർട്ടി ടൂൾ ബാർ, ഡ്രോ ടൂൾ ബാർ, മോഡിഫൈയിങ് ടൂൾ ബാർ, കമാൻഡ് ബോക്സ് ഓർ കമാൻഡ് ബാർ, സ്റ്റാറ്റസ് ബാർ ഓർ ഫ്ലോട്ടിംഗ് ബാർ, വർക്ക് സ്പേസ്, കഴ്സർ, അപ്പർച്ചർ. ഈ അപ്പർച്ചറൊക്കെ പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടേംസ് നമുക്ക് നോക്കിപ്പോവാം. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പർച്ചറാണ് ആദ്യം പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കേഴ്സർ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് കേഴ്സർ. ഈ ക്രോസ് എയേഴ്സ് ആയിട്ട് വരുന്നതാണ് കേഴ്സർ എന്ന് പറഞ്ഞാൽ. ഇതിൽ തന്നെ ഒരു സർക്കുലർ ഫോം കാണത്തില്ല, ഒരു ഡയമീറ്റർ പോലെ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ഫോം കാണത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർച്ചർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിനി അങ്ങോട്ട് ഡ്രോയിങ് ടൂൾ ബാർ, മോഡിഫൈയിങ് ടൂൾ ബാറും ഒക്കെ പറയുന്നുണ്ട്, നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ഓട്ടോ ക്യാഡിൽ എത്ര വർക്ക് സ്പേസ് ഉണ്ട്. മെയിൻലി 3 3D ബേസിക്സ്, 3D മോഡലിംഗ്, ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ. പുതിയ വേർഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നിലവിൽ PSC ഇട്ടേക്കുന്നത് 3D ബേസിക്സ്, 3D മോഡലിംഗ്, ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷനാണ്. ഇനി കോർഡിനേറ്റ് സിസ്റ്റമാണ്. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് അതിൽ അറിഞ്ഞിരിക്കേണ്ട UCSഉം WCSൻ്റെ ഫുൾ ഫോമാണ്. UCS എന്ന് പറയുന്നത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. യൂസർ കോർഡിനേറ്റ് സിസ്റ്റമാണ് UCS എന്ന് പറയുന്നത്, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. അതേസമയം WCS എന്ന് പറഞ്ഞാൽ എന്താണ്, വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അത് രണ്ടിൻ്റെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. UCS എന്ന് പറയുന്നത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റവും WCS എന്ന് പറഞ്ഞാൽ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റവുമാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ കോർഡിനേറ്റ് സിസ്റ്റം തന്നെ മെയിൻലി 3 ടൈപ്പാണ് പറയുന്നത്. അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം, അതിനെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതിന് UCS അല്ലെങ്കിൽ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ വർക്കിംഗ് കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ് മൂന്നാമത് പറയുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം. റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളൊരു ആദ്യം ഒരു പോയിൻറ്റ് ലൊക്കേറ്റ് ചെയ്യും, പിന്നെ ആ പോയിൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു പോയിൻറ്റ് കാണും, അതിൻ്റെ റിമൈനിങ് തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ അവിടെ ഡിസ്റ്റൻസ് മാത്രമല്ല ആംഗിളിനും ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത്രയും എക്സ്റ്റൻഷൻ ഫയലെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റത്തത് .dwg പ്രീവിയസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്.
എക്സ്റ്റൻഷൻ ഫയൽ. ഇതാണ് കീവേഡ്, ഇതാണ് എക്സ്റ്റൻഷൻ ഫയലാണ് .dwg. ബാക്ക് എന്ന് പറയുന്നത് ബാക്കപ്പ് ഫയലാണ്. അടുത്ത പ്രീവിയസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് .dwt. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെംപ്ലേറ്റ് ഫയലാണ്. ദെൻ .dwf വെബ് ഫോർമാറ്റാണ്. SVS ഓട്ടോ സേവ്. അതുപോലെ .dxf എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഫോർമാറ്റ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഫോർമാറ്റ്. .pdfഉം ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് PDF എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റാണ്. ഇത്രയുമെങ്കിലും മിനിമം അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രോയിങ് കമാൻഡ്സ് ആണ്. ഡ്രോയിങ് കമാൻഡ്സിൽ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലൈന്. നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ L. പോളി ലൈൻ എന്ന് പറയുമ്പം ഈ കാണുന്നതാണ് പോളി ലൈൻ, PL ആണ്. കൺസ്ട്രക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ് ലൈൻ എന്ന് പറഞ്ഞാൽ എൻഡും ഇല്ല, അതിന് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഇല്ല എൻഡിങ് പോയിൻറ്റും ഇല്ല എങ്കിൽ അതിന് കൺസ്ട്രക്ഷൻ ലൈൻ എന്നാണ് പറയുന്നത്. ഷോർട്ട് കട്ട് XL. റേ ലൈൻ എന്ന് പറയുമ്പം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കാണും പക്ഷേ എൻഡ് പോയിൻ്റ് കാണില്ല എങ്കിൽ അതിനെ റേ ലൈൻ എന്നാണ് പറയുന്നത്. ഇനി പ്രീവിയസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആർക്കിൻ്റെ ഷോർട്ട് കട്ട് കീ. ഒരു പ്രാവശ്യമൊന്നും അല്ല, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആർക്കിൻ്റെ ഷോർട്ട് കട്ട് കീ A ആണ്. അതേപോലെ നമ്മൾ ഏരിയ എടുക്കുമ്പോൾ അതിനും ഷോർട്ട് കട്ട് കീ ഉണ്ട് AA. ശ്രദ്ധിക്കുക, ആർക്ക് Aയും ഏരിയ AA. സർക്കിൾ വരയ്ക്കാൻ C, റെക്റ്റാങ്കുലർ റെക്ക്, എലിപ്സ് EL. പൊളിഗൺ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 സൈഡ്സ് ആണ് വേണ്ട, മിനിമം. മാക്സിമം 1024. പിന്നെ ഉള്ളത് സ്പ്ലൈൻ ഉണ്ട്. സ്പ്ലൈൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്മൂത്ത് കർവ് അല്ലെങ്കിൽ SP ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ സ്പ്ലൈൻ. എന്തായാലും SPL ആണ് ഷോർട്ട് കട്ട് കീ. സ്മൂത്ത് കർവ്സ് വരയ്ക്കാനാണ്. പിന്നെ പറയുന്നത് ഹാച്ച് 45 ഡിഗ്രിയിലാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക, H ആണ്. ഡോനട്ട് എന്ന് പറയുമ്പം നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് സെറ്റായി കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ ഒരു സോളിഡ് ആയിട്ടുള്ള സർക്കിൾസ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോനട്ട് DO. അടുത്ത റിവിഷൻ ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ, അത് തിങ്ക് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്കൊരു സംഭവം നമ്മളെന്ന് വെച്ചാൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാനൊരു പോർഷൻ സെറ്റ് ചെയ്യൂലേ, അതിനെയാണ് നമ്മൾ റിവിഷൻ ക്ലൗഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടി ലൈൻ. റിവിഷൻ ക്ലൗഡിൻ്റെ റേവ് ആണേ ഷോർട്ട് കട്ട് കീ. മൾട്ടി ലൈൻ എന്ന് വെച്ചാൽ ML ആണ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഇതാണ് ഡ്രോയിങ് കമാൻഡിൽ പറയുന്നത്. ഇനി ഇതിൽ കൺട്രോൾ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ എടുക്കുമ്പോൾ മെയിനായിട്ട് ഈ വരച്ചിരിക്കുന്ന 2 പോയിൻ്റ് ആയിരിക്കും കൺട്രോൾ പോയിൻ്റ് ആയിട്ട് വരുന്നത്. ആർക്ക് എടുക്കുന്ന സമയത്ത് ഈ 4 പോയിൻ്റ് ആയിരിക്കും ആർക്കിൻ്റെ കൺട്രോൾ പോയിൻ്റ്. സർക്കിൾ എടുക്കുന്ന സമയത്ത് ഇതായിരിക്കും സർക്കിളിൻ്റെ 5 കൺട്രോൾ പോയിൻ്റ്. സെയിം തന്നെ ആയിരിക്കും എന്തിലും വരുന്നത്, എലിപ്സിലും വരുന്നത് 5 എണ്ണം. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ എടുക്കുന്ന സമയത്ത് നമ്മളെ കോർണേഴ്സിൽ 4, ഓരോന്നിൻ്റെയും സെൻറ്ററിൽ വരും. സോ 8 കൺട്രോൾ പോയിൻറ്റ്സ് ആണ് റെക്റ്റാങ്കിളിന് വരുന്നത്. അടുത്ത് പറയുന്നത് മോഡിഫയിങ് കമാൻഡാണ്. മോഡിഫയിങ് കമാൻഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആദ്യത്തെ ടൂള് മൂവ് ആണ്. മൂവ് എന്ന് പറയുമ്പോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നുമില്ലാതെ തന്നെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് മൂവ്. നമ്മുടെ ഷോർട്ട് കട്ട് കീ M ആണ്. കോപ്പി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളവിടെ ചെയ്യുന്നതെങ്കിൽ അതിനെ കോപ്പി CO. സിമെട്രിക്കൽ ഇമേജ് ആണെങ്കിൽ MI. റൊട്ടേറ്റ്, ഒരു ബേസ് പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ RO ആണ് നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് കട്ട് കീ. സ്ട്രെച്ച് എന്ന് വെച്ചാൽ ലെങ്ത് വൈസ് നമുക്ക് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ സ്ട്രെച്ച് യൂസ് ചെയ്യാം, ഷോർട്ട് കട്ട് കീ S. സ്കെയിൽ എന്ന് വെച്ചാൽ ഒരു റെഡ്യൂസിങ്ങോ എൻലാർജോ ചെയ്യണമെങ്കിൽ നമുക്ക് സ്കെയിൽസ് യൂസ് ചെയ്യാം, SC ആണ് ഷോർട്ട് കട്ട് കീ. ട്രിം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ലൈൻസ് നമുക്ക് റിമൂവ്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ അൺവാണ്ടഡ് ലൈൻസ് റിമൂവ് ചെയ്യാനാണ് ട്രിം യൂസ് ചെയ്യുന്നത്, TR ആണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്റ്റെൻഡും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ മോഡിഫയിങ് കമാൻഡ് ഏകദേശമുള്ള എല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്റ്റെൻഡ് എന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതുപോലെ നിൽക്കുകയാണ്, ഓക്കെ. അപ്പോൾ ഇതിലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഈ X കൊടുത്താൽ മതി എക്സ്റ്റെൻഡ്. ഫില്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോർണർ, ഈ ഒരു സ്ക്വയർ പോലെയല്ലേ, അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു കർവ് ഫോമിലോട്ട് ആക്കുന്നുണ്ട്. സോ ഈ കർവ് ഫോമിലോട്ട് ആക്കാൻ വേണ്ടിയുള്ളതിനെയാണ് ഫില്ലറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിനെ ഈ ഒരു 45 ഡിഗ്രിയിൽ ഒരു ബിവൽഡ് കൊടുക്കുകയാണ്, ബിവൽഡ് എഡ്ജ് ആക്കുകയാണെങ്കിൽ അതിനെ ചാംഫർ ആണ് കൊടുക്കുന്നത്. അടുത്ത അറേ പറയുന്ന സമയത്ത് അറേ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ കോപ്പീസ്, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസിന് വേണ്ടിയിട്ടാണ് അറേ യൂസ് ചെയ്യുന്നത്. ഈ അറേ എന്ന് പറയുന്നത് 3 ടൈപ്സ് ആണ് പറയുന്നത്. ഒന്ന് റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ ഉള്ളത് പോളാറുണ്ട്, അതുപോലെ തന്നെ പാത്ത് അറേ ഉണ്ട്. പോളാർ അല്ലെങ്കിൽ സർക്കുലാർ അറേ, റെക്റ്റാങ്കുലർ, പോളാർ അല്ലെങ്കിൽ സർക്കുലർ, പാത്ത് അറേയാണ് ഉള്ളത് ടൈപ്സ്. അടുത്ത എറേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒബ്ജക്റ്റിന് ഡിലീറ്റ് ചെയ്യാൻ എറേസ് ആണ്. ദെൻ എക്സ്പ്ലോഡ് ആണ് പറയുന്നത്. എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ പോളി ലൈനിലോട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ
സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് അതിൻ്റെ കമ്പോണൻറ്റ് പാർട്ടായിട്ട് മാറ്റാനുമാണ് എക്സ്പ്ലോഡ് യൂസ് ചെയ്യുന്ന എക്സ്. അടുത്ത ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ പാരലൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ്സെറ്റ് യൂസ് ചെയ്യുന്നത് ഓ. ഇതല്ലാതെയും കുറച്ച് കമാൻഡ്സ് ഉണ്ട്. സിംഗിൾ ലൈനിന് DT ആണ് നമ്മൾ പറയുന്നത്. ടെക്സ്റ്റ് സ്റ്റൈൽ ST, മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആണെങ്കിൽ MT, TE, ടേബിൾ എടുക്കുകയാണെങ്കിൽ TB, ബൗണ്ടറി BO, പേജ് PU. പേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് എന്ന് പറയുന്നത് PU ആണ് പറയുന്നത്. പേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അൺയൂസ്ഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ഉണ്ടെങ്കിൽ അതിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേജ് PU യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്ന ഊപ്സ്. ഊപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എറൈസ് ചെയ്ത പോർഷൻ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഊപ്സ് യൂസ് ചെയ്യുന്നത്. ഡബിളോ. പിന്നെ ലിമിറ്റ്, നമ്മളിപ്പോൾ ഒരു പേപ്പറിൻ്റെ സൈസൊക്കെ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വരയ്ക്കുന്ന ആ ഒരു വർക്ക് സ്പേസിൻ്റെ സൈസ് സെറ്റ് ചെയ്യാനാണ് ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. പാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതോ ഈ കാണുന്നത് ആ ഒരു ഹാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഒരു ഹാൻഡ് ടൂളാണ് പാൻ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് പെഡിറ്റാണ്. പോളി ലൈൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PE. ദെൻ എക്സ്പോർട്ട്, അറിയാലോ ഏത് ഫയലിലോട്ടാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതിനാണ് എക്സ്പോർട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിവൈഡ് ചെയ്യേണ്ടി വന്നാൽ ഡിവൈഡ് D. അതുപോലെ നമ്മൾ ഓരോന്നും ലെയേഴ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെയേഴ്സിൻ്റെ ഷോർട്ട് കട്ട് കീ LA. അടുത്ത എൻക്വയറി ടൂൾസാണ് ഇനി പറയാൻ പോകുന്നത്. ഡിസ്റ്റൻസ് ഉണ്ട്, റേഡിയസ്, ആംഗിൾ, വോളിയം, ഏരിയ, മാസ് പ്രോപ്പർട്ടി, ലിസ്റ്റ്, ID പോയിൻറ്റ്സ്. ഓരോന്നിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് DI, റേഡിയസും ആംഗിളും വോളിയവും മൂന്നും ഒരുപോലെ തന്നെ മെഷേർഡ് ജോമാണ്. അതുപോലെ ഏരിയ, ഇതിൽ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏരിയയാണ്. ഏരിയ A ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതും. ഏരിയ A ആണ് ഷോർട്ട് കട്ട് കീ. മാസ് പ്രോപ്പർട്ടി മാസ് പ്രോപ്പർ, ലിസ്റ്റ് LI, ID പോയിൻറ്റ്സ് ID. അടുത്ത് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഡ്രാഫ്റ്റിംഗ് കമാൻഡ്. ഡ്രാഫ്റ്റിംഗ് കമാൻഡിൽ ആദ്യം വരുന്നത് സ്നാപ്പ്, ദെൻ ഒബ്ജക്റ്റ് സ്നാപ്പ്, ഓർത്തോ, പോളാർ ട്രാക്കിംഗ്. എന്താണ് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ക്രോസ് ഹെയർസ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുന്നതിനാണ് സ്നാപ്പ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുത്താൽ ആ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റും എൻഡ് പോയിൻറ്റും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിനാണ് ഒബ്ജക്റ്റ് സ്നാപ്പ്. ഓർത്തോ എന്ന് പറഞ്ഞാൽ അറിയാലോ, കറക്റ്റ് ഹൊറിസോണ്ടലും കറക്റ്റ് വെർട്ടിക്കലും ആയിട്ട് 90 ഡിഗ്രി ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓർത്തോ. ദെൻ പോളാർ ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് ആംഗിളിലായിരിക്കും കേഴ്സർ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, എങ്കിൽ അതിനെ പോളാർ ട്രാക്കിംഗ് എന്നാണ് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഡ്രാഫ്റ്റിംഗ് കമാൻഡ്. മെയിനായിട്ട് പറഞ്ഞാൽ നമുക്കിതിലെ കമാൻഡ്സിൽ ഡ്രോയിങ്, മോഡിഫൈയിങ്, ഡ്രാഫ്റ്റിംഗ് കമാൻഡ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഫങ്ഷണൽ കീസ്, മിക്കവാറും ഉള്ള എല്ലാ എക്സാമിനും ഫങ്ഷണൽ കീയും ഒക്കെ ചോദിക്കാറുണ്ട്. നേരത്തെ നമ്മൾ ഈ ഷോർട്ട് കട്ട് കീ പറഞ്ഞ പോലെ തന്നെയാണ് ഈ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷണൽ കീ എന്ന് പറയുന്നത്. F1 എന്ന് പറയുന്നത് എന്താണ്? F1 ഹെൽപ്പ്, F2 ടെക്സ്റ്റ് വിൻഡോ, F3 ഒബ്ജക്റ്റ് സ്നാപ്പ്, F4 3D ഒബ്ജക്റ്റ് സ്നാപ്പ്, F5 ഐസോപ്ലെയിൻ, F6 ഡൈനാമിക് UCS, F7 ഗ്രിഡ്, F8 ഓർത്തോ, F9 സ്നാപ്പ്, F10 പോളാർ ട്രാക്കിംഗ്, F11 ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്, F12 ഡൈനാമിക് ഇൻപുട്ട്. ഇത്രയുമാണ് അതിൻ്റെ ഫങ്ഷണൽ കീ എന്ന് പറയുന്നത്. ഇത്രയുമെങ്കിലും പഠിച്ചു വച്ചേക്കാം. അതുപോലെ തന്നെ മാനേജിങ് സ്ക്രീനിന് Ctrl+0 ക്ലിയർ സ്ക്രീൻ, Ctrl+2 ഡിസൈൻ സെൻറ്റർ പാലറ്റ്, Ctrl+3 ടൂൾ പാലറ്റ്, Ctrl+8 ക്വിക്ക് കാൽക്ക്, Ctrl+9 കമാൻഡ് ലൈൻ. ഓക്കെ, ഇതും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ തന്നെ Ctrl+1 എന്ന പ്രോപ്പർട്ടി പാലറ്റാണ് വരുന്നത്. അടുത്തത് വർക്ക് ഫ്ലോയുടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+C, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, സ്ഥിരം വേർഡിൽ വരെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. Ctrl+C കോപ്പി ഒബ്ജക്റ്റ്, Ctrl+X കട്ട് ഒബ്ജക്റ്റ്, Ctrl+V പേസ്റ്റ് ഒബ്ജക്റ്റ്, Ctrl+Z അൺഡു ലാസ്റ്റ് ആക്ഷൻ, Ctrl+Y റീഡു ലാസ്റ്റ് ആക്ഷൻ, Ctrl+S ക്യാൻസൽ കറണ്ട് കമാൻഡ്. അതുപോലെ തന്നെ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. ന്യൂ ഡ്രോയിങ് എടുക്കുകയാണെങ്കിൽ Ctrl+N, സേവ് ചെയ്യാനായിട്ട് Ctrl+S, സേവ് അസിനാണെങ്കിൽ Ctrl+Shift+S, ഒരു ഡ്രോയിങ് ഓപ്പൺ ചെയ്യാൻ Ctrl+O, പ്ലോട്ട് ഡയലോഗ് ബോക്സ് P, Ctrl+Q എന്ന് പറഞ്ഞാൽ ക്വിറ്റ് അല്ലെങ്കിൽ എക്സിറ്റ്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ ഈ റെഡ് ലൈൻ ഇട്ടിരിക്കുന്ന എല്ലാം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് ഈ Ctrl+Q പറയേണ്ടതായിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റിനും ഒരുമിച്ച് സെലക്ട് ചെയ്യാനാണ്. Ctrl+R എന്ന് പറഞ്ഞാൽ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, T എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, G എന്ന് വെച്ചാൽ ഗ്രിഡ് ഡിസ്പ്ലേ ഓണോ ഓഫ് ആക്കാൻ, U എന്ന് പറഞ്ഞാൽ ഓർത്തോ. ഓക്കെ, ഇതും അറിഞ്ഞിരിക്കുക. അപ്പം ഓട്ടോക്യാഡ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ, പക്ഷേ ആ കുറച്ച് പോർഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് നന്നായി തന്നെ പഠിക്കുക. ഇതിനകത്ത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. എങ്കിലും എല്ലാ പ്രാവശ്യവും
നമ്മൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എപ്പോഴും പുതിയതായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക.